ആരാ? ഗോപൻ? ഏത് ഗോപൻ? പണ്ട് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാ. താനെന്താ തീമ്പോക്കെ ആയിട്ട് ഹൊറർ പടം പോലെ? പേടിക്കണ്ടോ? ഞാനെന്തിനു പേടിക്കണം? താൻ ഏതാ? താനിപ്പോ കൂട്ടിയിട്ട് വീട്ടിൽ എങ്ങനെ നടന്നു? ഞങ്ങൾക്ക് അതൊക്കെ വളരെ ഈസി അല്ലേ. ഞങ്ങളാ? ഏത് ഞങ്ങള്? താൻ ടെൻഷനാവല്ലേ, ഞാനൊരു ആത്മാവാണ്. അടിപൊളി. കണ്ടിട്ട് പൂര പറമ്പിൽ മാജിക് കാണിക്കാൻ വന്ന പോലെ ഉണ്ടല്ലോ. ഈ വേഷം കണ്ടിട്ടാണോ? അല്ലെ, മൊത്തത്തിൽ ആംബിയൻസ് കണ്ടിട്ട് പറഞ്ഞാണ്. ഈ വാതിലടി നിർത്താൻ പറ്റൂ? പഴയ വീടാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അല്ലടോ, തനിക്ക് എന്നെ കണ്ടിട്ട് പേടിയൊന്നും തോന്നണല്ലേ? ആകെ നാറിപ്പരിപ്പളകി നാണം കെട്ട് നിൽക്കണം. ഞാൻ തന്നെ കണ്ടിട്ട് എന്തിനാണ് പേടിക്കണേ? സാധാരണ ഈ ആത്മാക്കളെ കാണുമ്പോൾ മനുഷ്യന്മാർ പേടിച്ചോടാറുണ്ട്. താൻ ഭയങ്കര കൂളാണല്ലോ. ഈ ആത്മാവെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഡ്രാക്കുള വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അതൊക്കെ ഈ മനുഷ്യന്മാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഗതി കിട്ടാതല്ലിന്ന് ആത്മാക്കൾ, അതാണ് കറക്റ്റ്. ഞാൻ ഒരു ആത്മാവിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വിരോധമില്ലെങ്കിൽ ഒന്നങ്ങനെ നീങ്ങിക്കോ. അതിനെന്താ? അപ്പം നിങ്ങൾ ശരിക്കും പ്രേതാണല്ലേ? ഞാൻ ആരെയും ഒന്നും ചെയ്യാൻ വന്നതല്ലടോ. സാർ എങ്ങനെ മരിച്ചേ? തെങ്ങ് ചതിക്കില്ലെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷേ തേങ്ങ ചതിക്കും. തലയിൽ തേങ്ങ വീട് മരിച്ചതാ. എപ്പോ? അതൊക്കെ കുറേ കാലമായി. ഷോ. പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ കാര്യത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അതെൻ്റെയാണ്. ഏത്? ഈ പുസ്തകം? ഇതൊരു ഏട്ടൻ കയറി പിടിച്ച സാധനമാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാണ്. അതിന് മാത്രം എന്താ ഉള്ളതിൽ? അത് ഞാൻ എഴുതിയ കഥയാണ് മിസ്റ്റർ.